ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. ഓഡിയോ എക്സിൻ്റെ AX2080 എന്ന് പറയുന്ന ഒരു സബ്വൂഫറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. 4 ohms ആണ് ഇതിൻ്റെ ഒരു ഇമ്പിഡൻസ് വരുന്നത്, 4 ohmസിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഇതിനകത്തൊന്നും നോക്കാം. ഇത് ഒരു 8 ഇഞ്ച് സബ്വൂഫറാണ്, 4 ohmസിൽ 8 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കവർ ഓപ്പൺ ചെയ്തു. കവർ ഓപ്പൺ ചെയ്യുമ്പോൾ സബ്വൂഫറിനൊന്നും പറ്റാത്ത ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്ലാസ്റ്റിക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു നല്ലൊരു പാക്കിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കേക്കൊക്കെ കിട്ടുമ്പോൾ ഒന്നും പറ്റാത്ത രീതിയിൽ അതിനകത്ത് വച്ചിരിക്കുന്നത് പോലെ ഇതിനെ നല്ല രീതിയിലൊരു പ്ലാസ്റ്റിക് പെട്ടെന്നൊന്നും ഒരു ഇടി പറ്റിയാലും ഇതിന് ആ ഒരു പ്രശ്നം വരാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇടി പറ്റിയാൽ അതിനങ്ങനെ ഒരു ഇടി പറ്റാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നിലവിലിനകത്ത് അങ്ങനെ ഇടിച്ചാൽ അതിന് പെട്ടെന്നൊന്നും പറ്റുന്നില്ല. ഓക്കെ, നമുക്കത് തന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നോർമലി ഇത് സ്റ്റാൻഡേർഡ് ലോക്കൽ കവറിലാണ് ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. നോർമൽ അത് ഈ കവറിന് അത്ര ക്വാളിറ്റി നമുക്കിപ്പോൾ ആ ഒരു കവറിന് അത്ര ക്വാളിറ്റി ഒന്നും വേണ്ട, നമുക്ക് പ്രോഡക്റ്റിന് ക്വാളിറ്റി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിനെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ, ഓഡിയോ EX AX2080 എന്ന് പറയുന്നൊരു സബ്വൂഫർ. 8 ഇഞ്ച് സബ്വൂഫറാണ്. ഇതിൽ ആദ്യമേ പറയാം, നമ്മുടെ ഡൈനിറ്റി ആയിട്ടുള്ളൊരു സബ്വൂഫറായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനെക്കാട്ടി 20-25% വില നമുക്ക് കുറവാണ് ഈ ഒരു ഓഡിയോ എക്സിൻ്റെ സബ്വൂഫർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. 110 വാട്ട്സ് RMS ആണ് ഈ ഒരു പ്രോഡക്റ്റിന് ഓഡിയോ എക്സ് അവകാശപ്പെടുന്നത്. അപ്പോൾ 110 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സൗണ്ടാണ്. നമുക്കിപ്പോൾ വീട്ടിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. 110 വാട്ട്സ് RMS ആണ്. 4 ohms സബ്വൂഫറിൽ 8 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു സബ്വൂഫറിൽ 110 വാട്ട്സ് RMS ആണ് അവർ പറയുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്, നല്ല ഒരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് എനിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി, പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കവറിനകത്താക്കി ഞാൻ അൺബോക്സിങ് എന്നുള്ള രീതിയിൽ കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു ഇഷ്യൂകളൊന്നും കണ്ടില്ല. പതർച്ചയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ നിന്നും കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ചില സബ്വൂഫറുകൾ നമുക്കറിയാം, അത് എടുത്ത് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഭയങ്കര പതർച്ചയായിരിക്കും, ഒരു ലെവൽ ഓളയും കഴിഞ്ഞാൽ പതറും. പക്ഷേ ഇത് അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന 100 വാട്ട് ആംപ്ലിഫയറിലായിരിക്കണം. അപ്പം നിങ്ങളിത് 100 വാട്ടിന് ഇപ്പം 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ TDS7294 അല്ലെങ്കിൽ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്വൂഫറിൻ്റെ മോണോ ബോർഡിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു 27-30 വോൾട്ട് കൊടുത്താൽ മതിയാവും, അതിന് കറക്റ്റായിരിക്കും. അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്ക്, കയ്യിൽ ക്യാഷ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പോളിപ്രൊപ്പലൈൻ കോണാണ് ഈ വരുന്നത്, പേപ്പറല്ല. പോളിപ്രൊപ്പലൈൻ കോണാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു എഡ്ജ് വരുന്നത് റബ്ബർ എഡ്ജ് തന്നെയാണ്, റബ്ബർ മേക്ഡാണ്. സോഫ്റ്റാണ്, കുറച്ച് സോഫ്റ്റാണ്. അത് അത്ര വലിയ കട്ടിയൊന്നുമില്ല, കുറച്ച് സോഫ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ചില ബ്രാൻഡുകൾ, ഇപ്പോൾ JBL ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടി ഫീൽ ചെയ്യും, പക്ഷേ ഇതിലങ്ങനെ ഒരു കട്ടിയില്ല എന്നുള്ളതാണ്. ഈ എക്സ്കർഷൻ നല്ല രീതിയിൽ ആവുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ വർക്കിംഗ് സമയത്ത് ഇത് നല്ല രീതിയിൽ എക്സ്കർഷൻ ചെയ്യുന്നുണ്ട്. ചില ഓഫറിന് ഇപ്പോൾ ഡൈനിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൈനിറ്റിയിൽ 12 ഇഞ്ച് നോക്കണമെങ്കിൽ പോലും ഇത്രയും ഒരു വലിപ്പം ഈ ഒരു കർവിനെസ് അത്രയും കാണത്തില്ല അതിന്. പക്ഷേ ഇതിലങ്ങനെയല്ല, കുറച്ചും കൂടെ 12 ഇഞ്ചിലുള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ കർവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വലിപ്പം, കുറച്ചും കൂടെ ഡൈനിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു റബ്ബർ എഡ്ജും കൂടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നമുക്കിതിൻ്റെ പുറകിലോട്ടൊന്ന് പോവാം. ഇതാണ് ഈ ഒരു സബ്വൂഫറിൻ്റെ പുറകുവശം വരുന്നത്. സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആ ഒരു ലുക്കിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് പുറകുവശത്തെ ഒരു ലുക്കാണ്. കാര്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു പുറകുവശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു എനിക്ക് പൊതുവേ സിൽവർ കളർ പേപ്പറിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിൽവർ കളർ ആ ഒരു കോൺ എനിക്ക് ഇഷ്ടമില്ല. ഗോൾഡും റെഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ സിൽവറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വർക്കിങ്ങിന് ഇത് വലിയ ഇഷ്യൂ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പുറകുവശം അടിപൊളിയാണ്. ഇതൊരു ബ്ലാക്ക് കളർ കോണായിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്ക് കുറച്ചും കൂടെ കിട്ടുമായിരുന്നു. സിൽവറാണ്, ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പുറകുവശം എടുക്കുമ്പോൾ ഓഡിയോ EXന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. AX2080 എന്ന് പറയുന്നതാണ് ഒരു മോഡലാണ്. 110 വാട്ട് RMS പറയുന്നുണ്ട്, 210 വാട്ട് മാക്സിമം എന്ന് പറയുന്നുണ്ട്.
സബ് വൂഫർ 4 ohms ആണ്, അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ്, ഈ വലിയ ഭാഗം ഈ ഒരു വലിപ്പം കൂടിയത് പോസിറ്റീവും ഈ വലിപ്പം കുറഞ്ഞ നെഗറ്റീവും ആണ്. പിന്നെ നല്ല അടിപൊളി പൗഡർ, ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന നല്ല അടിപൊളി പൗഡർ കോട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഫെറൈറ്റ് മാഗ്നറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഫെറൈറ്റ് മാഗ്നറ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മാഗ്നറ്റിൻ്റെ വലിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 സെൻറ്റിമീറ്ററാണ് ഈ ഒരു മാഗ്നറ്റിൻ്റെ വലിപ്പം നമുക്ക് വരുന്നത്. 2 സെൻറ്റിമീറ്ററാണ് ഈ ഒരു മാഗ്നറ്റിൻ്റെ വലിപ്പം തന്നെ വരുന്നത്. കൂടാതെ തന്നെ ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നൊരു സ്കെയിലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റ് കണ്ടപ്പോഴേ ഒട്ടി, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ജസ്റ്റ് ഞാനതൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കൂടാതെ തന്നെ നമുക്കിതിൻ്റെ സ്പൈഡർ ഒന്ന് നോക്കാം. ഒരു സ്പൈഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല കട്ടിയുള്ള സ്പൈഡർ ആണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിങ്ങനെ തൊടാൻ പാടില്ല എന്നാണ്, സ്പൈഡറും പേപ്പറിൻ്റെ കോണിലും പേപ്പറൊന്നും നമ്മൾ തൊട്ട് പോകാനൊന്നും പാടില്ല എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് വയ്ക്കുകയാണ്, കാര്യം ഇത് തിരിച്ച് കടയിൽ കൊടുക്കാനുള്ളതാണ്, റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ നല്ല വർക്കിംഗ് ആണ്. ഈ പറയുന്നതിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നോക്കണ്ട, അടിപൊളി വർക്കിംഗ് ആണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ടെസ്റ്റിംഗ് വീഡിയോ എനിക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. 2 മാസം 3 മാസം മുമ്പ് ഇട്ട വീഡിയോയാണ് ഇപ്പം കോപ്പിറൈറ്റ് അടിച്ച് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓക്കെ, ഷോർട്സിന് വരെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പൈഡർ നല്ല കട്ടിയുണ്ട്, ഏകദേശം 10 ഇഞ്ച് സബ് വൂഫറിൻ്റെ വലിപ്പമുള്ള അതേ സെയിം സ്പൈഡറാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള സ്പൈഡർ തന്നെയാണ് വരുന്നത്. പിന്നെ മാഗ്നറ്റ് നല്ല വലിപ്പമുണ്ട്, ഫെറൈറ്റ് മാഗ്നറ്റാണ്. ഇതിൻ്റെ ഒരു വോയിസ് കോയിൽ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റോൺ വോയിസ് കോയിലാണ് ഇതിനകത്ത് വരുന്നത്. ക്യാപ്റ്റോൺ വോയിസ് കോയിൽ തന്നെയാണ് നമ്മുടെ സ്വീറ്റിനകത്തും യൂസ് ചെയ്യുന്നത്, ക്യാപ്റ്റോൺ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡൈനിറ്റി ഉണ്ട്. ഡൈനിറ്റി അത്യാവശ്യം ഇപ്പോൾ നല്ല വിലയുള്ളൊരു സബ് വൂഫറാണ്. നോർമലി പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൈനിറ്റിക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഡൈനിറ്റി ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഡൈനിറ്റിക്ക്. അതുപോലെ തന്നെ അതിന് വിലയും വരുന്നുണ്ട്. ഡൈനിറ്റിയുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ നോർമലി വില കൂടുതലാണ് നമ്മുടെ നോർമൽ മാർക്കറ്റിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടി 25% ഇതിന് വില കുറവാണ്. അപ്പോൾ ഇതിൻ്റെ വില നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ SM ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ചോദിക്കുക. ഈ പ്രോഡക്റ്റ് ആവശ്യമാണ്, ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്ലൈ തരും. കൂടാതെ തന്നെ ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയറായിട്ടും അയച്ചു തരും. ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കൊറിയറായിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചും തരും. പിന്നെ ഈ ഒരു സിൽവർ പേപ്പറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കാര്യം സിൽവർ ഡൈനിറ്റിയിലേക്ക് സിൽവർ സബ് വൂഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റയറായിട്ടുള്ളൊരു സബ് വൂഫറാണ്. കൂടാതെ തന്നെ പഴയ സിൽവർ സബ് വൂഫറൊക്കെ അടിപൊളി സാധനമാണ്, അതിൻ്റെ വർക്കിംഗ് വേറെ ലെവലാണ്. അപ്പോൾ ഈ സിൽവർ പേപ്പർ അവരുടെ എന്തെങ്കിലും ഒരു ഇത് കാണും, ഇപ്പോൾ ഇതിന് ക്വാളിറ്റി വ്യത്യാസം കാണും. ഈ പറയുന്ന സിൽവർ, ഗോൾഡ്, പിന്നെ റെഡ് എന്നൊക്കെ പറയുന്ന പേപ്പറിനൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ പോളിപ്രൊപ്പലൈൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു പേപ്പർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു റബ്ബർ എഡ്ജാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു റബ്ബർ എഡ്ജാണ് വരുന്നത്. ഫോം എഡ്ജല്ല, റബ്ബർ എഡ്ജാണ് ഈ സൈഡിൽ വരുന്ന സറൗണ്ടിങ്. അത്യാവശ്യം നല്ല എക്സ്കേർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ അതിന് അത്യാവശ്യം നല്ല വലിപ്പവും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 ഇഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിറ്റിയും കാട്ടിയും ആ ഒരു 12 ഇഞ്ച് ഡൈനിറ്റിയുടെ സബ് വൂഫറിൽ വരുന്ന റബ്ബർ എഡ്ജിനെ കാട്ടിയും വലിപ്പമുണ്ട് ഈ ഒരു റബ്ബർ എഡ്ജിന്. അപ്പോൾ ഈ ചെറിയ ഒരു സബ് വൂഫറാണ്, 8 ഇഞ്ച് ആണെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വിലയും കുറവാണ്. അധികം കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ആൾക്കാർക്ക് 100 വാട്ടിൻ്റെ ഒരു സബ് വൂഫർ വെച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ചെറിയ മുറിയൊക്കെ ആണെങ്കിൽ ഇത് ധാരാളമാണ്. ചെറിയ മുറിയല്ല, അത്യാവശ്യം വലിയ ഹോളൊക്കെ ആണെങ്കിൽ ഇത് ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക, SM ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയും തന്നെയാണ്. ഇത് കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്, കാര്യം നമുക്കിപ്പോൾ വർക്കിംഗ് വീഡിയോ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിക്കാത്തത്. നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേട്ടന്മാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.